വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ലിയാമ ഫ്ലാഹർട്ടി എഴുതിയ വളരെ നല്ലൊരു സ്റ്റോറിയാണിത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണ്ടതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആക്കി എടുക്കുന്നതിൽ നമ്മുടെ പാരൻസിന് എന്തുമാത്രം റോൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന നല്ലൊരു സ്റ്റോറിയാണത്. അപ്പോൾ ആ ഒരു സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. +2 ട്യൂഷൻ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ +1 ട്യൂഷൻ എടുക്കുന്നുണ്ട്. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂഷന് ചേരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയയ്ക്കാം. tuition@yot@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചാൽ മതി. പെർ സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ്. അപ്പോൾ ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ അവൈലബിൾ ആണ്. എല്ലാ ചാപ്റ്റേഴ്സും തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കൂട്ടുകാർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ദ യങ് സീഗൾ വാസ് അലോൺ ഇൻ ഹിസ് ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി തുടങ്ങുന്നത്. ലെഡ്ജ് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഈ ഒരു കടലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ ഉണ്ടാവും നടുക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് അതിൻ്റെ ടോപ്പിലായിട്ട് നല്ല ഹൈറ്റിലായിരിക്കും ഇങ്ങനെയുള്ള പാറക്കെട്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ലെഡ്ജിൽ ഈ ഒരു ചെറിയൊരു സീകൾ, ഒരു കടൽ കാക്ക എന്ന് പറയാം. വൈറ്റ് ആൻഡ് ഗ്രേ കളറൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് സീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീകളിൽ ആ ഒരു ലെഡ്ജിൽ ഒറ്റക്കായിരുന്നു. ഹിസ് 2 brothers and his sister had already flown away the day before. അപ്പോൾ അവന് 2 ബ്രദേഴ്സും പിന്നെന്താണ് ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. അവരൊക്കെ ഓൾറെഡി മുന്നത്തെ ദിവസം തന്നെ പറന്നു പോയിട്ടുണ്ട്. ഇവൻ മാത്രം പറന്നു പോകാതെ ആ ഒരു ലെഡ്ജിൽ ഒറ്റയ്ക്കായിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവരുടെ കൂടെ പറക്കാൻ വേണ്ടിയിട്ട് ഇവന് പേടിയായിരുന്നു. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പോൾ ഒരു വിധത്തിൽ ധൈര്യമൊക്കെ സംഭരിച്ച് ഈ ഒരു ലെഡ്ജിൻ്റെ ഈ ഒരു തുമ്പത്തായിട്ട് വന്ന് നിന്നു. പക്ഷേ എന്നിട്ട് അവിടെ വന്ന് നിന്നിട്ട് ചിറകൊക്കെ ഇട്ട് അടിച്ച് പറക്കാൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിലും അവന് പേടിയായി. The great expanse of sea stretched down beneath and it was such a long way down, miles down. അപ്പോൾ ഇവിടം വരെ എത്തി ചിറകടിച്ചപ്പോഴത്തേക്കും താഴേക്ക് നോക്കിയപ്പോൾ ഒരുപാട് നീളത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കാണ് ഈ സീ. മാത്രമല്ല ഈ ഒരു പാറയിൽ നിന്ന് സീയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, കിലോമീറ്ററോളം താഴേക്ക് ദൂരമുണ്ട്. അതായത് നല്ല പൊക്കത്തിലാണ് ഈ പാറ ഉള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പേടിയായി. He felt certain that his wings would never support him. അവന് ഉറപ്പായിരുന്നു, അവൻ അങ്ങനെ വിചാരിച്ചു വെച്ചു. അതായത് അവൻ്റെ ചിറകുകൾക്ക് അവന് താങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് അവൻ വിചാരിച്ചു. സോ ഹി bent his head and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ പേടിയായിട്ട് എൻ്റെ ചിറകുകൾക്ക് എന്നെ താങ്ങാൻ സാധിക്കില്ല, ഞാൻ പറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സീയിലേക്ക് വീഴുകയുള്ളൂ, കടലിൽ വീഴും. അപ്പോൾ അതും വിചാരിച്ചിട്ട് അവൻ തല കുനിച്ച് ആ ഒരു ലെഡ്ജിലേക്ക് തന്നെ തിരിച്ചുപോയി. അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു, അവിടെയാണ് അവൻ കഴിഞ്ഞ രാത്രി ഉറങ്ങിയത്. അപ്പോൾ അവിടേക്ക് തന്നെ അവൻ തിരിച്ചുപോയി. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up the courage to take that plunge which appeared to him so desperate. അതായത് അവൻ്റെ ചെറിയ സിസ്റ്റർ ഉണ്ട്, അവനൊരു സിസ്റ്ററും ഉണ്ടായിരുന്നു, 2 ബ്രദേഴ്സും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ചിറക് ഇവൻ്റെ ചിറകിനെക്കാട്ടിലും ചെറുതാണ്. എന്നിട്ട് പോലും അവരെല്ലാവരും ആ ഒരു ലെഡ്ജിൻ്റെ തുമ്പിലേക്ക് ഓടി വന്നു, അവിടെ വെച്ച് ചിറക് ഇട്ട് അടിച്ചു പറന്നുപോയി. ഇവന് മാത്രം, ഈ ഒരു സീകളിന് മാത്രം അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. ആ ഒരു ആദ്യത്തെ പറക്കൽ അതൊന്ന് പറക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ട്രൈ ചെയ്യാനുള്ള ധൈര്യം ഇവനുണ്ടായില്ല. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. അപ്പോൾ അവൻ്റെ പാരൻസ്, അച്ഛനും അമ്മയും ഒക്കെ അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞു. നീ പറന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടെ പട്ടിണിക്കിടും, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും, ഒരുപാട് ചീത്ത പറയും ഒക്കെ ചെയ്തു. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അനങ്ങി കൊടുത്തില്ല. അതായത് അവൻ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല. That was 24 hours ago. Since then nobody had come near him. അപ്പോൾ ഇതൊക്കെ നടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആരും തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല.
The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു, ആരും അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഡേ മൊത്തം അവൻ എന്താ ചെയ്തേ, അവൻ പാരൻസിനെ അവിടെ നിന്ന് നോക്കി കാണായിരുന്നു. അവരെന്താ ചെയ്തേ, അവൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനെയൊക്കെ പറക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് മീൻ പിടിക്കുക എന്നുള്ളത്, കടലിൽ നിന്ന് എങ്ങനെ മീൻ പിടിക്കണം, ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാരൻസ്. ആരും തന്നെ അവനെ തിരിഞ്ഞു നോക്കിയില്ല. He had in fact seen his older brother catch his first herring and devour it, standing on a rock while his parents circled around raising a proud cackle. മാത്രമല്ല അവൻ കണ്ട കാഴ്ച എന്താണ്, അവൻ്റെ ഓൾഡർ ബ്രദർ ആദ്യത്തെ ആ ഒരു ഇര പിടിക്കുന്നത് അവൻ കണ്ടു, ആദ്യത്തെ ആ ഒരു മീനെ പിടിക്കുന്നതും അത് വിഴുങ്ങുന്നതും. എന്നിട്ട് ഒരു റോക്കിൻ്റെ മുകളിൽ കയറി നിന്നു, ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നു. അപ്പോൾ പാരൻസ് എല്ലാം ആ ഒരു ബ്രദറിൻ്റെ ചുറ്റും വന്നിട്ട് പ്രൗഡ് കാക്കിൾ, അതായത് വളരെ അഭിമാനത്തോടെ തന്നെ കിളികൾ ഉച്ചയ്ക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വളരെ പ്രൗഡോടെ കൂടി തന്നെ അവർ കാക്കിൾ ചെയ്തു, അതായത് അവർ സൗണ്ട് ഉണ്ടാക്കി അവൻ്റെ ചുറ്റും നിന്നിട്ട്. And all the morning the whole family had walked about on a big plateau midway down the opposite cliff, laughing at his cowardice. അതായത് അപ്പോൾ ഇവൻ്റെ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇവൻ്റെ ഈ ഒരു ലെഡ്ജിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ്യൂലാണ് ഉള്ളത്. അപ്പോൾ അവിടെ അവരെല്ലാവരും ഉണ്ട്, ബാക്കി എല്ലാവരും. ഇവൻ മാത്രം ഈ ഒരു ലെഡ്ജിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇവൻ്റെ ഈ ഒരു ഭീരുത്വം, ഇവന് പറക്കാൻ വേണ്ടിയിട്ട് പേടിയാണല്ലോ, അതും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു ഇവൻ്റെ ഫാമിലി നേരെ ഓപ്പോസിറ്റുള്ള പ്ലേറ്റ്യൂല്. The sun was now ascending the sky, blazing warmly on his ledge that faced the south. അപ്പോൾ സൂര്യൻ ഉദിച്ച് വരാണ്, അതായത് ഉച്ചയായി തുടങ്ങി. He felt the heat because he had not eaten since the previous nightfall. അപ്പോൾ ആ ഒരു ഉച്ചയ്ക്കായി സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ചൂട് പതിവിലും കൂടുതലായിട്ട് അവന് അനുഭവപ്പെട്ടു. കാരണം കഴിഞ്ഞ രാത്രിയാണ് എന്തെങ്കിലും കഴിച്ചത്, അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. Then he had found a dried piece of mackerel's tail at the far end of his sledge. കുറേ അവൻ അവിടെ തപ്പിയൊക്കെ നടന്നപ്പോൾ ഒരു അയലയുടെ ഉണങ്ങിയ ഒരു വാലിൻ്റെ ഒരു കഷ്ണം അവന് കിട്ടി. Now there was not a single scrap of food left. അതാണ് അവൻ ലാസ്റ്റായിട്ട് കഴിച്ചത്. പിന്നീട് ഒരു ഫുഡും തന്നെ അവൻ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. He had searched every inch, rooting among the rough, dirt-caked straw net where he and his brothers and sister had been hatched. അവൻ എല്ലാ ഭാഗവും അരിച്ചു പറക്കി നോക്കി എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന്. അപ്പോൾ അവൻ വിരിഞ്ഞു വന്ന ആ ഒരു കൂടുണ്ടല്ലോ, അവൻ മുട്ട വിരിഞ്ഞു വന്ന ആ ഒരു കൂട്, വൈക്കോലും ചെളിയും എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കൂട്ടിലൊക്കെ അവൻ സെർച്ച് ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. അപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ഇവൻ വിരിഞ്ഞു വന്ന ആ ഒരു മുട്ടയുണ്ടല്ലോ, ആ മുട്ടത്തൊണ്ട് വരെ അവൻ പയ്യൊന്ന് കടിച്ചു നോക്കി. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, അവൻ വിരിഞ്ഞു വന്നത് ആ ഒരു മുട്ടയിൽ നിന്നാണ്. അപ്പോൾ അവനെ തന്നെ കഴിക്കുന്നു, അവൻ്റെ ഒരു പാർട്ട് തന്നെ അവൻ കഴിക്കും പോലെയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നെങ്കിലും ചെറിയ ഫ്ലഷും എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, അത് കിട്ടിയാലോ എന്ന് ഓർത്ത് അവൻ അതും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കി. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath. അവൻ ആ ഒരു ലെഡ്ജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നടക്കാൻ തുടങ്ങി. അതായത് എങ്ങനെയെങ്കിലും പാരൻസിൻ്റെ അടുത്ത് എത്തണം. പറക്കാൻ പറ്റില്ല, പറക്കാതെ എങ്ങനെയെങ്കിലും പാരൻസിൻ്റെ അടുത്ത് എത്തണം. പക്ഷെ അവൻ്റെ എല്ലാ സൈഡിലേക്കും നോക്കിയപ്പോഴും താഴെ ആ ഒരു നീണ്ടു നിവർന്ന് കിടക്കുന്ന സീ ആണ് കാണാൻ പറ്റിയത്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈറ്റ് ക്രാക്ക്. മാത്രമല്ല നടന്നു പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ലെഡ്ജും പാരൻസ് ഇരിക്കുന്ന ആ ഒരു പ്ലേറ്റും തമ്മിൽ അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതായത് ദൂരമുണ്ട്. നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല, രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത്, അവിടെ ഒരു ഗ്യാപ്പാണുള്ളത്. സോ പറക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. ഷ്യൂർലി ഹി കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹി കുഡ് ഓൺലി മൂവ് നോർത്ത്വേർഡ്സ് അലോങ് ദ ക്ലിഫ്സ് ഫേസ്. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറക്കാതെ എത്തണമെന്നുണ്ടെങ്കിൽ ആ നോർത്തേൺ സൈഡിൽ കൂടെ അവൻ നടന്നാൽ മതി. പക്ഷെ കുറച്ചങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ലെഡ്ജില്ല, പിന്നെ അവിടെ അവന് നടക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. പിന്നെ അവൻ എന്ത് ചെയ്യും? എന്തിലവൻ നടക്കും? അവനാണെങ്കിൽ പറക്കാനും പറ്റില്ല.
ആൻഡ് above him he could see nothing. അപ്പോൾ വേറെ ഒന്നും അതല്ലാതെ അവന് കാണാനും പറ്റിയില്ല. The precipice was sheer and the top of it was perhaps farther away than sea beneath him. അപ്പോൾ ആ ഒരു അവൻ നിൽക്കുന്ന ആ ഒരു ലെഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു ഒരുപാട് പൊക്കമുള്ള ആ ഒരു പാറക്കെട്ടുകളുടെ മുകളിലായിട്ടാണല്ലോ അവൻ നിൽക്കുന്നേ. അവിടെ നിന്ന് താഴേക്കുള്ള ആ ഒരു സീ വരെയുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത് വളരെ ദൂരമായിരുന്നു. ഒത്തിരി കിലോമീറ്ററോളം പൊക്കത്തിലാണ് ആ ഒരു പാറക്കെട്ടുകൾ ഉള്ളത്. അതിൻ്റെ മുകളിലാണ് ഇവനുള്ളത്. ഹി സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ് ഹി ക്ലോസ്ഡ് വൺ ഐ ആൻഡ് ദെൻ ദ അതർ ആൻഡ് pretended to be falling asleep. പിന്നെ അവൻ അടുത്ത ട്രിക്കുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെഡ്ജിൻ്റെ ആ ഒരു തുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് ഒരു കാലം അവൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു കണ്ണിങ്ങനെ അടച്ചിട്ട് ഉറങ്ങാൻ പോകുന്നത് പോലെ അവൻ അഭിനയിച്ചു. അപ്പോഴെങ്കിലും ആരെങ്കിലും അവനെ നോക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. എന്നിട്ടും ആരും തന്നെ അവനെ ശ്രദ്ധിച്ചില്ല. ഹി സോ ഹിസ് 2 brothers and his sister lying on the plateau dozing with their heads sunk into their necks. ഈ പക്ഷികൾ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, തല അവരുടെ ആ ഒരു ബോഡിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ. സോ അതുപോലെ അവൻ്റെ സിസ്റ്ററും ബ്രദേഴ്സും അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ മയങ്ങുന്നുണ്ട്. പിന്നെ ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ആ ചിറകിലുള്ള ആ ഒരു തൂവലൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ആകെ അവൻ്റെ അമ്മ മാത്രമേ അവനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. She was standing on a little high hump on the plateau, her white breast thrust forward. അമ്മ ചെറിയ ആ ഒരു പ്ലേറ്റിൽ തന്നെ കുറച്ച് പൊക്കമുള്ള സ്ഥലത്താണ് നിന്നിരുന്നത്. എന്നിട്ട് ആ ഒരു വെള്ളൻ ഇങ്ങനെയുള്ള പക്ഷികളുടെയൊക്കെ ഈ സീകളിൻ്റെയൊക്കെ നെഞ്ചിൻ്റെ ഭാഗം വൈറ്റ് കളറിലുള്ള തൂവലുള്ളത്. ആ ഒരു വൈറ്റ് ബ്രസ്റ്റ് മുന്നോട്ട് ഇങ്ങനെ തള്ളി പിടിച്ച് അമ്മ നിൽക്കുന്നുണ്ട്. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. എന്നിട്ട് അമ്മ എന്താണ് അവിടെ ചെയ്തത്? പിന്നെ അമ്മയാണ് അവിടെ ട്രിക്ക് ഇറക്കുന്നത്. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിന്നുകൊണ്ട് അവൻ കാണാൻ പാകത്തിന് നെഞ്ചും വിരിച്ച് നിന്നുകൊണ്ട് അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആ ഒരു കാലിൽ ഒരു മീനിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ വളരെ നൈസായിട്ട് അതൊന്ന് കീറിയെടുത്തിട്ട് ആ ചുണ്ട് ഒരു പാറക്കല്ലിലിട്ട് ഇങ്ങനെ ഉരച്ചു. ഈ പക്ഷികൾ അതിൻ്റെ ആ കൊക്ക് വെച്ചിട്ട് ഇങ്ങനെ കല്ലിൽ ഉരക്കുന്നത് കണ്ടിട്ടില്ലേ. സോ അങ്ങനെ ഉരച്ചു. അതായത് ഇവനെ ഒരു ഫുഡ് കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ കാണിച്ചു. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ഫുഡ് കണ്ടപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയായി. കാരണം കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഒന്നും തന്നെ അവൻ കഴിച്ചിട്ടില്ല, പട്ടിണിയാണ്. ഹൗ ഹി ലവ്ഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. അവൻ എങ്ങനെയാണോ ആ ഒരു ഫുഡ് ഇങ്ങനെ കീറിയെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് അതേ രീതിക്ക് തന്നെയാണ് അമ്മ ആ ഒരു ഫിഷിൽ നിന്ന് ആ ഒരു ഫ്ലഷ് കീറിയെടുക്കുന്നത്. സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ കൊക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമുന്നതും അതൊക്കെ കണ്ടപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചു. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. അതിങ്ങനെ കണ്ട് കൊതിയായി വളരെ വിഷമത്തോടെ ചെറിയൊരു സൗണ്ട് അവനുണ്ടാക്കി. ഹിസ് മദർ കാക്കിൾഡ് ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അമ്മയും തിരിച്ച് അതുപോലെ കാക്കിൾ ചെയ്തു, അതായത് സൗണ്ട് ഉണ്ടാക്കി. മാത്രമല്ല അവന് നോക്കുകയും ചെയ്തു. ഗാ 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 ഹി ക്രൈഡ്. അവൻ കരഞ്ഞു. ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ആ ഒരു ഫുഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടു താ എന്ന് പറയുന്ന രീതിക്ക് അവൻ കരഞ്ഞു. ഗൗൾ ഊൾ ആ. ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. തിരിച്ച് അമ്മ കളിയാക്കുന്ന രീതിക്കാണ് സൗണ്ട് ഉണ്ടാക്കിയത്. But he kept calling plaintively and after a minute or so he uttered a joyful scream. അപ്പോൾ അത്രയും നേരം വിഷമത്തോടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഫുഡ് ഇങ്ങോട്ടേക്ക് കൊണ്ട് താ എന്നുള്ള രീതിക്ക്. അമ്മയാണെങ്കിൽ അവനെ കളിയാക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ നിർത്തിയില്ല, ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ ചെറിയ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ ഉച്ചത്തിൽ സന്തോഷം കൊണ്ട് വലിയൊരു സൗണ്ട് ഉണ്ടാക്കി. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു വിത്ത് ഹിം. അതായത് അത്രയും നേരം അമ്മ അവിടെ നിൽക്കായിരുന്നു. ഇപ്പം അമ്മ എന്ത് ചെയ്തു, ആ ഒരു ഫിഷിൻ്റെ ഒരു പീസ് എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരായിരുന്നു. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. ഇത് കണ്ടപ്പോൾ അവന് സന്തോഷമായിട്ട് അവൻ ആ ഒരു ലെഡ്ജിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വേഗം നീങ്ങി വന്നു, പെട്ടെന്ന് ആ ഒരു ഫുഡ് കഴിക്കാമെന്നുള്ള രീതിക്ക്. പിന്നെ ആ ഒരു സന്തോഷം കൊണ്ട് കാലിട്ടടിക്കാൻ തുടങ്ങി ആ ഒരു പാറക്കെട്ടിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ പറന്നു വരുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് എത്രയും വേഗം എത്താൻ പാകത്തിന് അവൻ നീങ്ങി വന്നു. But when she was just opposite to him,
പക്ഷേ അമ്മ അവന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വന്നപ്പോൾ, അത്രയും അടുത്തേക്ക് വന്നപ്പോൾ, abreast of the ledge she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അപ്പോൾ അവന് തൊട്ടടുത്തെത്തിയ അമ്മ, പിന്നെ അമ്മ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല, അമ്മ അവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. വിങ്സ് ഒക്കെ ഇട്ട് അടിക്കാതെ അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് ആ ഒരു ഫിഷും വെച്ചിട്ട്. ആ ഒരു ഫിഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു കൊക്കിൻ്റെ തുമ്പത്തെത്തി, ചുണ്ടിൻ്റെ തുമ്പത്തെത്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ അടുത്തേക്ക് വരുന്നില്ല. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. അപ്പോൾ അമ്മ എന്താണാവോ അടുത്തേക്ക് വരാത്തേന്നൊക്കെ ഓർത്ത് സർപ്രൈസ് ആയിട്ട് അവൻ നിന്നു. പക്ഷേ ഈ ഒരു ഫുഡ് കണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട് അവൻ ആ ഫിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് കുതിച്ചു. With a loud scream, he fell outwards and downwards into space. അവൻ ഓർത്തില്ല അവൻ ആ ഒരു ലെഡ്ജിൻ്റെ ആ ഒരു അറ്റത്താണ് നിൽക്കുന്നതെന്നുള്ള കാര്യം അവൻ മറന്നുപോയി. അവൻ ഫ്രണ്ടിലേക്ക് ഡൈവ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. അവനിങ്ങനെ ആ ഒരു ഫിഷ് കിട്ടാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ചാടിയതാലോ. അമ്മ എന്ത് ചെയ്തു? അമ്മ മുകളിലേക്ക് കുതിച്ച് പറക്കുകയും ചെയ്തു, അവൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. As he passed beneath her, he heard the swish of her wings. അപ്പം ഇങ്ങനെ ആ ഒരു ചാടിയ സമയത്ത് താഴേക്ക് പോവുകയാണല്ലോ, അപ്പോഴാണ് അമ്മ മുകളിലേക്ക് പറക്കുന്നത്. അപ്പോൾ ആ മുകളിലേക്ക് അമ്മ പറന്ന് ആ ഒരു സൗണ്ട് അവൻ കേട്ടു. Then a monstrous terror seized him and his heart stood still. പെട്ടെന്ന് അവന് ഭയങ്കരമായിട്ടൊരു പേടി അവന് കീഴടക്കി. പേടി അവൻ്റെ ഹേർട്ട് നിൽക്കുന്ന പോലെ, അതായത് അവൻ്റെ ഹൃദയം ഇടിക്കാത്തതുപോലെ അവന് തോന്നി. He could hear nothing. അവനൊന്നും കേൾക്കാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. പക്ഷെ അതൊരു കുറച്ച് നേരത്തേക്ക് മാത്രമേ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽ ഹിസ് വിങ് സ്പ്രെഡ് ഔട്ട് വേർഡ്സ്. പിന്നെ അവന് ഫീൽ ചെയ്തു, അതായത് അവൻ്റെ ആ ഒരു ചിറക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞേക്കുന്നതായിട്ടാണ് അവന് ഫീൽ ചെയ്തത്. അവനറിയാതെ തന്നെ അവൻ്റെ ചിറക് വിരിഞ്ഞു. The wind rushed against his breast feathers, then under his stomach and against his wings. അപ്പോൾ ആ ഒരു ചിറക് അങ്ങോട്ടേക്ക് വിരിഞ്ഞപ്പോൾ കാറ്റിങ്ങനെ അവൻ്റെ ചിറകിലും അവൻ്റെ ആ ഒരു നെഞ്ചിലും ഒക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ വരാണ്. അത്രയും ഫോഴ്സിൽ താഴേക്ക് പോകുന്നതാണല്ലോ. He could feel the tips of his wings cutting through the air. അപ്പോൾ അവൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല, അവൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു വിങ്സ്, ചിറകെല്ലാം ഈ എയറിനെ കട്ട് ചെയ്ത് പോകുന്നത് അവന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നോ. ഇപ്പോൾ അവൻ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയല്ല. ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. അവൻ പയ്യെ മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പോൾ അവന് പേടിയൊന്നുമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ചെറിയൊരു തലകറക്കൊക്കെ പോലെ തോന്നി, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ദെൻ ഹി ഫ്ലാപ്പഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വേർഡ്സ്. പിന്നെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ചിറക് ഒന്നും കൂടി ചിറകിട്ടടിച്ച് മുകളിലേക്ക് പറന്നു. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്പഡ് ദം അഗെയിൻ. പിന്നെ അവൻ ഭയങ്കര സന്തോഷമായി. അവൻ ആ ഒരു സന്തോഷത്തിൽ പിന്നെയും ചിറകിട്ടടിച്ച് പറക്കാൻ തുടങ്ങി. ഹി സോർഡ് ഹയർ. ഒരുപാട് പൊക്കത്തിലേക്ക് അവൻ പറന്നു. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിങ്. ഗാ 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 ഗൗൾ ഗാ. His mother swooped past him, her wings making a loud noise. അവൻ വളരെ സന്തോഷത്തിൽ മുകളിലേക്ക് തന്നെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഈ പറക്കുന്ന കണ്ട സന്തോഷത്തിൽ അമ്മയും ഉച്ചത്തിൽ നോയ്സൊക്കെ ഉണ്ടാക്കി, ഇതേപോലെ ഈ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ കൂടെ പറക്കുകയും ചെയ്തു. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. അപ്പോൾ അമ്മ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അവനോട് ഇങ്ങനെ സന്തോഷം പങ്കുവച്ചപ്പോൾ അവനും തിരിച്ച് അതുപോലെ സൗണ്ട് ഉണ്ടാക്കി ആൻസർ ചെയ്തു. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. പിന്നെ എന്ത് ചെയ്തു? അടുത്ത അവൻ്റെ അച്ഛനാണ് വന്നത്. അച്ഛനും ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കി സന്തോഷത്തിലാണ് വരുന്നത്. Then he saw his two brothers and sister flying around him, soaring and diving. പിന്നെ അവൻ കണ്ടത് അവൻ്റെ 2 ബ്രദേഴ്സും സിസ്റ്റേഴ്സും അടുത്തേക്ക് പറന്നു വരുന്നതും അവരും ഇവൻ്റെ ഒപ്പം മുകളിലേക്ക് ഇങ്ങനെ കുതിച്ചുയരുന്നതും പറക്കുന്നതൊക്കെയാണ്. Then he completely forgot that he had not always been able to fly. പിന്നെ അവൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. അതായത് അവന് പറക്കാൻ അറിയില്ലായിരുന്നു, അവന് പറക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. ആൻഡ് കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ ഷ്രീക്കിംഗ് ഷ്രിലി. പിന്നെ എന്ത് ചെയ്തു? പറക്കാൻ അറിയില്ല എന്നുള്ള കാര്യം മറന്നുപോയി. അവൻ ഉച്ചത്തിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കി പറക്കാൻ തുടങ്ങി. ഹി വാസ് നിയർ ദ സീ നൗ. ഇപ്പം അവൻ കടലിൻ്റെ അടുത്താണുള്ളത്. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. അതിന് മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ.
He saw a vast green sea beneath him with little ridges moving over it. അപ്പോൾ അവൻ്റെ താഴെ പരന്നു കിടക്കുന്ന ആ ഒരു പച്ച നിറത്തിലായിട്ടാണ് സീ അവന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേവ്സ് ആൻഡ് എ ക്രൗഡ് അമ്യൂസ്ഡ്ലി. അവൻ്റെ ആ ഒരു ബീക്ക്, ആ ഒരു ചുണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റി. അവൻ അതെന്താണ് വളരെ അത്ഭുതത്തോടെ അതെല്ലാം കണ്ട് ഉച്ച വെക്കാൻ തുടങ്ങി. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ അവൻ്റെ മുന്നിലുള്ള ഈ ഒരു ഗ്രീൻ ഫ്ലോർ ഉണ്ടല്ലോ, ഈ ഒരു സീയിൽ ഓൾറെഡി അവർ ആ ഒരു സീയിൽ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം ആ ഒരു കടലിലുണ്ട് ഇപ്പോൾ. They were beckoning to him, calling shrilly. ഇപ്പം അവനോട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് അവർ ആംഗ്യം കാണിക്കുകയാണ്. He dropped his legs to stand on the green sea. അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു കടൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവൻ ഓർത്തു കടലിൽ നിൽക്കാൻ പറ്റുമെന്ന് ഓർത്ത് അവൻ്റെ കാല് വെച്ചിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഹിസ് ലെഗ് സാങ്ക് ഇൻ ടു ഇറ്റ്. നമുക്കറിയാം കടലിൽ നിൽക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പറ്റില്ല, താഴേക്ക് അത് പോകും, മുങ്ങിപ്പോകൂലേ. അപ്പോൾ അവൻ്റെ കാലും അതുപോലെ താഴേക്ക് മുങ്ങിപ്പോയി. അപ്പോൾ അവൻ പേടിച്ചു. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അവൻ പേടിച്ചു, അവൻ മുങ്ങിപ്പോകാണോ എന്ന് പേടിച്ചിട്ട് അവൻ ചിറകിട്ടടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, മുകളിലേക്ക് പറക്കാൻ. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. പക്ഷേ ഒത്തിരി വിശപ്പും പിന്നെ ഒത്തിരി പറക്കുകയൊക്കെ ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെ ക്ഷീണം ഉണ്ടായിരുന്നു അവന്. സോ എക്സോസ്റ്റഡ് ബൈ സ്ട്രെയിഞ്ച് എക്സസൈസ്, അതായത് ഇതുവരെ അവൻ ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ പറക്കല്. അപ്പോൾ ആ ഒരു സ്ട്രെയിഞ്ച് എക്സസൈസൊക്കെ കാരണം ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു അവന്, അതുകൊണ്ട് അവന് പറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഹിസ് ഫീറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻ സീ. അവൻ്റെ ആ ഒരു കാല് ഈ ഒരു കടലിലേക്ക് ആഴ്ന്നാഴ്ന്ന് പോയി, താഴേക്ക് ഇറങ്ങിപ്പോയി. അവൻ്റെ കാല് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു കടലിൽ മുങ്ങി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. അപ്പോൾ കാല് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗമാണ് കടലിൽ മുട്ടിയത്, ആ ഒരു വെള്ളത്തിൽ മുട്ടി. ആൻഡ് ഹി സാങ് നോ ഫാർദർ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ താഴോട്ട് മുങ്ങിപ്പോയില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഈ പക്ഷികളെല്ലാം ഈ കടലിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന് മുകളിലിരുന്ന് ഇങ്ങനെ നീന്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അവൻ്റെ കാല് മാത്രമേ അതിൽ മുങ്ങിപ്പോയുള്ളൂ, പിന്നെ അവൻ താഴേക്ക് മുങ്ങിയില്ല. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. അവൻ ആ ഒരു കടലിന് മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കായിരുന്നു, താഴേക്ക് മുങ്ങിയൊന്നും പോയില്ല. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം ആൻഡ് ദർ ബീക്സ് വർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവൻ്റെ ചുറ്റും ഇപ്പോൾ അവൻ്റെ ഫാമിലി ഉണ്ട്, അവനെ പ്രശംസിച്ചും ഉച്ചത്തിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കി. മാത്രമല്ല അവർ ഓരോരുത്തരും പിടിച്ചുകൊണ്ട് വന്ന ഫിഷ് ഇവന് കൊണ്ടുവന്നിട്ട് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഇവൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഹീ ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ ആദ്യമായിട്ട് പറന്നു. അവൻ്റെ ആ ഒരു ആദ്യത്തെ ആ ഒരു തുടക്കത്തിൽ ആ ഒരു പറക്കാനുള്ള ആ ഒരു പേടിയും ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു തവണ പറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പേടിയില്ല. സോ അങ്ങനെ അവൻ ആദ്യമായിട്ട് പറന്നു, അവന് സന്തോഷമായി. അവന് പറക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ള കാര്യം അവൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി. ഈ ഒരു സ്റ്റോറി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഥയിൽ മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, അതായത് പാരൻസിന് നമ്മുടെ ജീവിതം സക്സസ് ആക്കിയെടുക്കുന്നതിൽ അവർക്കുള്ള ആ ഒരു റോളാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അതിനെ പറ്റിയിട്ടൊരു എസ്സേയോ ഇമെയിലോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. മെയിനായിട്ട് അതാണ്. പിന്നീട് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയും. ഈ രണ്ട് ഐഡിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടേണ്ടത്. ഈ ഒരു സ്റ്റോറി നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ അവൻ്റെ പാരൻസ് അവനെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ. അവൻ്റെ പാരൻസും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. എന്താണ്, ഇവനിങ്ങനെ പറക്കാത്തത് കൊണ്ട് അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും പറക്കാൻ വേണ്ടിയിട്ട് അവനവിടെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ പാരൻസ് അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം നമുക്ക് ആദ്യം ചിലപ്പോൾ തോന്നും അവൻ്റെ പാരൻസ് എന്തുമാത്രം ക്രൂവലാണ്, അവനവിടെ ഒറ്റയ്ക്ക് പട്ടിണി കിട്ടില്ലേ, അവരവിടെ സന്തോഷമായിട്ട് നിന്നു എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവരിങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവൻ എങ്ങനെയെങ്കിലും പറക്കാൻ വേണ്ടിയിട്ട്, ഇവൻ എങ്ങനെയെങ്കിലും അവൻ്റെ ആ ഒരു ജീവിതത്തിൽ സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ഫാമിലി അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് അവൻ അവൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ളത് നേടിയപ്പോൾ, അവൻ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ, പറന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കംപ്ലീറ്റ് ഫാമിലിയും അവന് സപ്പോർട്ടായിട്ട് പിന്നെ വന്നു അല്ലേ. എല്ലാവരും അവൻ്റെ ആ ഒരു സക്സസ് കണ്ടിട്ട് സന്തോഷിച്ചു, അവന് ഫുഡ് ഓഫർ ചെയ്തു, എല്ലാവരും അവൻ്റെ ചുറ്റും കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു ബേർഡിൻ്റെ, ഈ ഒരു സീകളിൻ്റെ പാരൻസിന് സീകളിനെ ഇഷ്ടമല്ലായിരുന്നു എന്നല്ല.
അവർക്ക് അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചതാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത ട്രിക്ക് ഏതാണ്? അവൻ്റെ സ്വന്തം അമ്മയുടെ ട്രിക്ക് തന്നെയാണ്. എപ്പോഴും അമ്മമാരാണ് കൂടുതലായിട്ടും മക്കളുടെ സക്സസ്സിന് കൂടുതൽ റോൾ അവർക്കാണ്. മക്കളെ കൂടുതലായിട്ട് അറിയുന്നത് അമ്മമാർക്കാണല്ലോ. സോ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സീഗളിൻ്റെയും ലൈഫ് സക്സസ് ആക്കി എടുക്കുന്നതിൽ അവൻ്റെ അമ്മയ്ക്ക് വലിയൊരു റോളുണ്ട്. അപ്പം അങ്ങനെ അവനെ സക്സസ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാരൻസ് അവനെ ആദ്യം ഉപേക്ഷിച്ചതും അവൻ ജീവിതത്തിൽ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ചുറ്റും കൂടിയത്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. Thank you.